بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا صدق الله العظيم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. يا مالكي كن شافعي لي فاقتي إني فقير في الورى لغناك. يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك. جد لي بجودك أرضني برضاك. جد لي بجودك أرضني برضاك. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർ, ജീവിതം സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ പഠിക്കുന്നതിന്, പ്രചരിപ്പിക്കുന്നതിന്, നിലനിർത്തുന്നതിന് അഹോരാത്രം ശ്രമിച്ചിട്ടുള്ളവർ എല്ലാവരിൽ നിന്നും അവരെ ശ്രമങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന തുലാസിൽ നന്മ തൂക്കപ്പെടുന്നതിൽ കൺകുളിർക്കെ പ്രതിഫലം കണ്ട് സന്തോഷിക്കുവാൻ അല്ലാഹു അവർക്കും നമുക്കും അവസരം നൽകുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇതിന്റെ ഗുണകാംക്ഷികൾ, ഇതിൽ പങ്കെടുത്തവർ എല്ലാവരെയും അല്ലാഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള്, വൈസി ഉസ്താദ് അവറുകള് ദീർഘമായ പ്രഭാഷണം നടത്തി ഇന്നിന്റെ ആളുകൾക്ക് കേട്ട് പരിചയമില്ലാത്ത, നേരത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ആളുകൾക്ക് വൈസി ഉസ്താദിനെ നന്നായി അറിയാം.
ഇപ്പോൾ വളർന്നു വരുന്ന ആളുകൾക്ക് അത്ര കൂടുതൽ പരിചയമുണ്ടാവില്ല. അർത്ഥസമ്പൂർണമായ, അർത്ഥഗർഭമായ, ചിന്തിപ്പിക്കാനുതകുന്ന സാരവത്തായ ഉപദേശങ്ങൾ നൽകി അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അവർക്ക് വേണ്ടി എപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. കാരണം അവരെ കൊണ്ടാണല്ലോ ദീന് നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ, അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുന്ന് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമക്ക് ഇങ്ങനെ ദുആ ചെയ്യുന്നതും അവിടുത്തെ മദ്ഹ് പറയുന്നതും എന്തിനാണ് എന്ന് മോനെ നിനക്കറിയുമോ എന്ന് ചോദിക്കും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ പറയുമ്പോഴേക്ക് നമുക്ക് ഓർമ്മയിൽ വരുന്നത് അവിടുത്തെ ആ തക്ബീർ ചൊല്ലിപ്പിക്കലും ഉസ്താദ് വരുന്ന സമയത്തുള്ള ആവേശവും ഒക്കെയാണല്ലോ നമുക്ക് തെളിഞ്ഞു വരുന്നത്. എന്നോടൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അതെന്തിനാ നിനക്കറിയോന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അവരുടെ വളർച്ച സുന്നത്തി ജമാഅത്തിന്റെ വളർച്ചയാണ്, അവരുടെ തളർച്ച സുന്നത്തി ജമാഅത്തിന്റെ തളർച്ചയാണ്. അപ്പൊ സുന്നത്തി ജമാഅത്ത് വളരണം, അത് ഇസ്സത്തോടുകൂടി നിലനിൽക്കണം. അതാണ് ആ വ്യക്തിത്വത്തെ ഉയർത്തുകയും ആ വ്യക്തിത്വത്തിന്റെ പൊലിമ പറയുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാറുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അത് ചിന്തിക്കാറുണ്ട്. പണ്ഡിതന്മാരെങ്ങനെയാണ്? പണ്ഡിതന്മാരിലൂടെയാണല്ലോ, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മഹാന്മാരിലൂടെയാണല്ലോ ദീൻ ഇവിടെ നിലനിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 അല്ലെങ്കിൽ 2,24,000 അമ്പിയാക്കളെ അയച്ചു. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യന്റെ വിശ്വാസവും കർമ്മങ്ങളും തിട്ടപ്പെടുത്തുന്നതിന് അള്ളാഹുവിന് ഒരു പുസ്തകം ഇറക്കാമായിരുന്നല്ലോ. ധാരാളം കിതാബുകൾ അല്ലാഹു തആലക്ക് ഇറക്കാമായിരുന്നു. പക്ഷേ കിതാബുകൾ ഇറക്കുന്നതിന് പകരം അള്ളാഹു വലിയ സംഖ്യ പ്രവാചകന്മാരെയാണ് അയച്ചത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കിതാബ് മാത്രമാണല്ലോ ഇറക്കിയത്. മനുഷ്യർക്ക് അവരെ ജീവിതവും വിശ്വാസ കർമ്മങ്ങളുമൊക്കെ പഠിക്കാനും പകർത്താനും കിതാബുകൾ നോക്കിയിട്ട് ആയിരുന്നുവെങ്കിൽ കുറെ കിതാബുകളല്ലേ അല്ലാഹു തആല ഇറക്കേണ്ടിയിരുന്നത്. അങ്ങനെയല്ല. ഈ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അള്ളാഹ് അയച്ചപ്പോൾ കേവലം 4 കിതാബുകളാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. കാരണം കിതാബ് നോക്കിയിട്ടല്ല മനുഷ്യൻ ജീവിതം തിട്ടപ്പെടുത്തേണ്ടത്. അതുപോലെ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുന്ന് ഒരു കിതാബ് പോലും, ഒരു പുസ്തകം പോലും തങ്ങൾ എഴുതിയില്ല. ആ കാലത്ത് കിതാബ് എഴുതാനോ അല്ലെങ്കിൽ അത് എഴുതിപ്പിക്കുവാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രമിച്ചില്ല. അന്ന് എഴുത്തറിയില്ലായിരുന്നു, എഴുത്തും വായനയും അറിയില്ലായിരുന്നു എന്നൊന്നും പറയുന്നത് ശരിയല്ല. നന്നായി എഴുതുന്നവരും വായിക്കുന്നവരുമൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മഹാഭൂരിപക്ഷം ആളുകളും എഴുത്തും വായനയും അറിയാത്തവരായിരുന്നുവെങ്കിലും നന്നായി എഴുതുന്നവരും വായിക്കുന്നവരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ആ സംഭവം? നിങ്ങൾ ഇപ്പോൾ പത്രങ്ങളിൽ കാണാറില്ലേ? മാതൃഭൂമിയിലൊക്കെ 100 വർഷം മുമ്പ് എന്ന് പറഞ്ഞ പ്രത്യേക വാർത്തകളൊക്കെ ദിവസവും കൊടുക്കാറുണ്ട്.
100 വർഷം മുമ്പ്. ആ 100 വർഷം മുൻപുള്ള ഒരു വാർത്ത പെട്ടിക്കോളത്തിലായി കൊടുക്കുന്നത് നാം വായിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ഇതിന്റെ ഭാഷ പോലും മനസ്സിലാവാറില്ല. ഭാഷയിൽ വന്ന വ്യത്യാസങ്ങളാണത്. ആ ഭാഷ ഇന്ന് ആ രൂപത്തിൽ അല്ല നമുക്കിടയിൽ ഉള്ളത്. 100 വർഷം കൊണ്ട് അത്ര മാറ്റങ്ങൾ വന്നുപോയി. എന്നാൽ ഇന്നും നമ്മുടെ യൂണിവേഴ്സിറ്റികളില്, കോളേജുകളിലൊക്കെ അറബി സാഹിത്യം പഠിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന് പഠിപ്പിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മുൻപുള്ള ഇംറുൽ ഖൈസിന്റെ സമാനമായ ആളുകളുടെ കവിതകളാണ്. ആ കാലഘട്ടത്തിലെ അറിയപ്പെട്ട 7 കവികളുടെ കവിതാ സമാഹാരം എഴുതി കഅബയുടെ ഖില്ലയിൽ തൂക്കിയിരുന്നു. അതിനാണ് സബ്ഉൽ മുഅല്ലഖ എന്ന് പറയുന്നത്. വേലൂര് ബാഖിയാത്തു സ്വാലിഹാത്ത് ഉൾപ്പെടെയുള്ള അനവധി കോളേജുകളിൽ അറബി ഭാഷയിലെ സാഹിത്യം മനസ്സിലാക്കാൻ ഇന്നും പഠിപ്പിക്കപ്പെടുന്നത് അതാണെങ്കിൽ ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ല എന്നർത്ഥം. അത്രയും സാഹിത്യവും സാഹിത്യത്തിലുള്ള കൃതികളും കവിതകളും പുസ്തകങ്ങളുമൊക്കെ ആ കാലഘട്ടത്തിൽ രചിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് എഴുത്തും വായനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്നർത്ഥം. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് ജീവിക്കുന്നതിന് ജീവിത വഴിയിലോ എഴുതി നൽകുകയോ അല്ലെങ്കിൽ സ്വഹാബത്തിനെ കൊണ്ട് എഴുതിപ്പിക്കുകയോ ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉലൈക ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. നേരത്തെ പറഞ്ഞ 24 പ്രവാചകന്മാരെയാണ് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ 25 പ്രവാചകന്മാർ. അതെന്താണ്? അറബികൾക്ക്, മക്കയിലെ ആളുകൾക്ക് പരിചയമുള്ള പ്രവാചകന്മാർ ഈ 25 പേരായതുകൊണ്ട് അവരുടെ ചരിത്രങ്ങളും പേരുകളുമൊക്കെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി എന്ന് മാത്രം. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിട്ട് അവരെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവരെയൊന്നും മക്കയിലെ ആളുകൾക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. മക്കയിലെ ആളുകൾക്ക് പരിചയമുള്ള പ്രവാചകന്മാരായിരുന്നു ഇവർ. അതുകൊണ്ട് ഇവരെ പറഞ്ഞു പരിചയപ്പെടുത്തി ഫബിഹുദാഹു മുഖ്തദി, അവരുടെ വഴികളോട് മാർഗത്തോട് നിങ്ങൾ തുടരുക. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിർദ്ദേശിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുവാനും നബിയെ അനുകരിക്കുവാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തബിഊനി, എന്നോട് പിൻപറ്റുക. മുസ്ലിം സഹോദരന്മാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് അല്ലാഹുവിനോടല്ലേ? നിങ്ങൾ ഓർത്തു നോക്കൂ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ഗുണങ്ങൾ നമുക്ക് ചെയ്തു തന്നാൽ അവരെ കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്, അവരോട് നമുക്ക് സ്നേഹമുണ്ട്, അവരെ നാം ശരിക്കും ഓർക്കുന്നുണ്ട്. നമുക്ക് ഗൾഫിലേക്ക് പോകാൻ ഒരു വിസ തരപ്പെടുത്തി തന്ന ആളെ നമുക്ക് ബോധമുണ്ട്, അദ്ദേഹത്തോട് നമുക്ക് സ്നേഹമുണ്ട്. അതുപോലെ നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാരോട് നമുക്ക് സ്നേഹം ഉണ്ട്. ഇങ്ങനെ നിർണായകമായ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ നമുക്ക് ചെയ്തു തന്ന ആളുകളോട് നമുക്ക് നല്ല ബന്ധവും സ്നേഹവും ഉണ്ട്.
എന്തിനേറെ പറയണം, നാം നല്ലപോലെ അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം കൊടുത്താണെങ്കിൽ പോലും നമുക്കൊരു രോഗം വന്നപ്പോൾ ആ രോഗത്തിന് ചികിത്സയിലൂടെ നമുക്ക് രോഗത്തിന് ശമനം ലഭിച്ചു, പൂർണ്ണമായി അത് സുഖമായി. എന്നാൽ ചികിത്സ നടത്തിയ ഡോക്ടറോട് നമുക്ക് താല്പര്യമുണ്ട്, ആ ഡോക്ടറോട് നമുക്ക് സ്നേഹമുണ്ട്, ആ ഡോക്ടറെ നമ്മൾ ഇടക്കിടക്ക് ഓർക്കുന്നുണ്ട്, ആ ഡോക്ടറോട് നമുക്ക് ആദരവ് തോന്നിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നല്ലപോലെ പണം കൊടുത്തിട്ടാണ് ഡോക്ടർ ചികിത്സ നടത്തിയത്, എങ്കിലും ആ ഡോക്ടറോട് നമുക്ക് സ്നേഹവും ആദരവും ഉണ്ട്. അയാളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അയാളെ ഇഷ്ടപ്പെടുത്തുന്ന പലതും ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയത് എന്നല്ല, നൽകിയത് മുഴുവനും അല്ലാഹുവാണ്. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങളിലുണ്ട് അത് മുഴുവനും അല്ലാഹു നൽകിയിട്ടുള്ളതാണ്. അല്ല നൽകാത്തതൊന്നും ഒന്നും ഇല്ല. ആരോഗ്യം അവൻ തന്നതാണ്, ഈ ശരീരം അവൻ തന്നതാണ്, ഈ ശരീരം ഇപ്പോഴും അവനാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന് കയ്യും കണക്കുമില്ല. മുസ്ലിം സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത് ഒരു കമ്പനി ഇറക്കിയതായ പ്രൊഡക്റ്റ് പോലെയല്ല. നാമൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, ടൊയോട്ട കമ്പനി ഒരു കാറ് പുറത്തിറക്കിയാൽ ആ കാറ് റോഡിലൂടെ ഓടണമെങ്കിൽ, നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ആ കമ്പനിയുമായിട്ട് പിന്നീട് ബന്ധം വേണമെന്നില്ല, കമ്പനിയെ ആശ്രയിക്കേണ്ടതില്ല, കമ്പനിയിൽ നിന്നൊന്നും കിട്ടേണ്ടതില്ല. അതേ, ഏത് സാധനവും അങ്ങനെയാണ്. പുറത്തേക്ക് പ്രൊഡക്റ്റ് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നീട് കമ്പനിയുമായിട്ട് ബന്ധം വേണമെന്നോ കമ്പനിയെ ആശ്രയിക്കണമെന്നോ ഇല്ല. ഞാൻ ഈ സംസാരിക്കുന്ന സ്പീക്കർ സെറ്റ് അഹുജ കമ്പനി പുറത്തിറക്കിയതാണെങ്കിൽ അഹുജ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവും വേണമെന്നില്ല, കമ്പനിയെ ആശ്രയിക്കേണ്ടതില്ല. മറിച്ച് ഞാനും നിങ്ങളും അങ്ങനെയാണോ? ഒരു നിമിഷ നേരമെങ്ങാനും പടച്ച റബ്ബ് നമ്മെ ശ്രദ്ധിച്ചില്ലെങ്കിലോ, പരിഗണിച്ചില്ലെങ്കിലോ, നീയും നിന്റെ പാടുമെന്ന് പറഞ്ഞ് പടച്ച റബ്ബ് അങ്ങ് നമ്മളെ വിട്ടുകഴിഞ്ഞാൽ സഹോദര, നിമിഷ നേരം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചം മൊത്തം അവൻ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സർവ്വ സംവിധാനങ്ങളും അവൻ ഒരുക്കിയെന്ന് മാത്രമല്ല, സൂര്യനും ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം പ്രത്യേകമായി സ്ഥാപിച്ചിരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ല അല്ലേ? അവന് നന്ദി ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല അല്ലേ? അവനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല അല്ലേ? ഒരു ചികിത്സിച്ച ഡോക്ടറോട് കാണുന്ന നന്ദി പോലും പടച്ച റബ്ബിനോടില്ല അല്ലേ? നിന്റെ ഉമ്മയോടും ഉപ്പയോടും കാണിക്കുന്ന താല്പര്യം പോലും നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് കാണിക്കുന്നില്ല അല്ലേ? 2-3 മാസം മുമ്പ് ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയി.
അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് പോയപ്പോ മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ താല്പര്യമാണ്. ആലിമീങ്ങൾക്ക് സ്വാലിഹീങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എത്ര പുണ്യമുള്ളതാ. ഞാൻ ഇപ്പോൾ പല സദസ്സിലും അത് ഓർമ്മപ്പെടുത്താറുണ്ട്. അതേ, ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് പടച്ച റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള എന്തൊരമലാ സഹോദരിമാരെ. ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളും എല്ലാ അരുതായ്മകളും കൃത്യമായി തൂക്കി കണക്കാക്കപ്പെടുന്നൊരു സമയമുണ്ടല്ലോ. അൽ യൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ അമലുൻ ഹിസാബുൻ വലാ അമൽ. ഈ ദുനിയാവിൽ അമല് ചെയ്യുന്നേ ഉള്ളൂ, ഇവിടെ കണക്ക് നോക്കുന്നില്ല, ഇവിടെ വിചാരണകളില്ല, ഇവിടെ ചോദ്യം ചെയ്യലുകളില്ല. നാളെ നമുക്കൊരു ലോകമുണ്ട്, അവിടെ വിചാരണ മാത്രമേ ഉള്ളൂ, അവിടെ അമല് ചെയ്യാൻ കഴിയില്ല, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയില്ല, ഒരു സുജൂദ് ചെയ്യാൻ കഴിയില്ല. ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന അമലുകളെല്ലാം തൂക്കി കണക്കാക്കപ്പെടുന്നൊരു ദിവസമാണ്. ജീവിതത്തിൽ 7 വയസ്സ് മുതൽക്ക് നിസ്കരിച്ചു തുടങ്ങിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 10 വയസ്സ് മുതൽക്ക് നിസ്കാരത്തിൽ ചിട്ട പാലിച്ച ആളുകളുണ്ട്. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു നിസ്കാരം പോലും ഖളാഅാക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. ഓർമ്മ വെച്ച അന്ന് മുതൽക്ക് എല്ലാ നോമ്പുകളും അനുഷ്ഠിക്കുന്ന ഉമ്മമാരുണ്ടാവാം. സുന്നത്ത് നോമ്പുകൾ പോലും ഉപേക്ഷിക്കാത്ത ഉമ്മമാരുണ്ടാവാം. നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് തവണ വിശുദ്ധ ഖുർആൻ ഓതി ഖത്മ തീർത്ത ഉമ്മമാരുണ്ടാവാം, ഉപ്പമാരുണ്ടാവാം. എത്രയെത്ര അമലുകളാണ് ചെയ്തു തീർത്തത്, എത്രയെത്ര ആളുകൾക്കാണ് ധർമ്മം കൊടുത്തത്, എത്രയെത്ര രംഗത്താ ദീനീ രംഗത്ത് പ്രവർത്തിച്ചത്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ അമലുകളെല്ലാം നാളെ നന്മയും തിന്മയും തൂക്കുമ്പോൾ നിങ്ങളുടെ നന്മയുടെ തട്ടിലുണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഒട്ടുമിക്ക അമലുകളും തന്നെ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. അമലുകൾ ഉയർത്തപ്പെടാൻ ഒരുപാട് നിബന്ധനകളുണ്ട് സഹോദരന്മാരെ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ റബ്ബിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെന്ന് നീ ധരിച്ചു വെക്കണ്ട. അനുഷ്ഠിച്ച നോമ്പുകളെല്ലാം റബ്ബിന്റെ അടുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കണ്ട. ഓതി തീർത്ത ഖത്മുകളൊക്കെ റബ്ബിന്റെ അടുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഒരുപാട് നിബന്ധനകളുണ്ട് അമലുകൾ ഉയർത്തപ്പെടാൻ, അമലുകൾ സ്വീകരിക്കപ്പെടാൻ. അമലിന്റെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും പോരായ്മകളും അത് പരിശോധിക്കുന്നത് മോനെ റബ്ബിന്റെ മലക്കുകളാണ്. ഒരാളോടും സങ്കടം തോന്നില്ല, ഒരാളോടും മലക്കിന് പ്രത്യേകമായിട്ട് കരുണയില്ല. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. കൽപ്പിക്കപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുന്നവരാണ് റബ്ബിന്റെ മലക്കുകള്. ഒരിക്കലും കൽപ്പനക്കെതിര് ചെയ്യാത്തവരാ റബ്ബിന്റെ മലക്കുകള്. നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെയോ? നിങ്ങളുടെ ഈ നാട്ടിലുണ്ട് ഒരു മനുഷ്യൻ, 70-75 വയസ്സ് പ്രായമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. നിവർന്ന് നിൽക്കാൻ അയാൾക്ക് കഴിയില്ല, വളഞ്ഞുകൊണ്ടാണ് നടക്കാറുള്ളത്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കുനിഞ്ഞ് നടന്ന് പള്ളിയിലെത്തുന്ന ഒരു മനുഷ്യനാണ്. ഒരൊറ്റ നിസ്കാരങ്ങളും അയാൾക്ക് നഷ്ടപ്പെടാറില്ല, ഒരു ജമാഅത്തിനും അയാൾ പിന്താറില്ല. സുബ്ഹിക്ക് പോലും കൃത്യമായ
സ്ഥിരമായിട്ട് പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാ. അയാൾ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്നത് കാണുമ്പോ സുബ്ഹാനല്ലാഹ് കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകിയിട്ട് ദുആ ചെയ്യുന്നത് കേൾക്കാം. എന്തൊരു ഭക്തിയുള്ള മനുഷ്യനാണ്, എന്തൊരു തഖ്വയുള്ള മനുഷ്യനാണ്. എല്ലാം കൃത്യമായി ചെയ്യുന്ന, റബ്ബിനെ വല്ലാതെ പേടിയുള്ള ഒരു മുഅ്മിനായ ഒരു മനുഷ്യനുണ്ടെന്ന് സങ്കൽപ്പിച്ചോ. നല്ല ഭക്തിയുള്ള മനുഷ്യനാണ് അയാൾ. ഇങ്ങനെ നിസ്കരിക്കുമ്പോ വളരെ ആര് കണ്ടാലും പറയും അത്ര തഖ്വയുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അയാള് തുണിയിൽ ചെറിയൊരു ഓട്ടൻ, ഔറത്ത് മറക്കേണ്ട ഭാഗത്ത് ഒരു ചെറിയ ഓട്ട. അയാളത് ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാല് ആ ഓട്ട ഉള്ളത് കൊണ്ട് അയാളെ നിസ്കാരം സ്വീകരിക്കുമോ? സ്വീകരിക്കുകയില്ലേ? നമ്മളെന്താ പാവപ്പെട്ട മനുഷ്യനല്ലേ, അത് സാരല്ല, ഒരു തുണിക്ക് ഓട്ടണ്ട് വിചാരിച്ച് നിസ്കാരം ഇല്ല. മലക്കുകൾ അങ്ങനെ ചിന്തിക്കൂല. മലക്കുകളതൊന്നും നോക്കുകയില്ല. ഷർത്തുകളൊക്കെ പാലിച്ചോ എന്ന് മാത്രമേ അവര് നോക്കുള്ളൂ. അത് പാവാണ്, സാധുവായ ഒരു മനുഷ്യനാണ്, തഖ്വയുള്ള ആളാണ്, അത് സ്വീകരിക്കപ്പെടേണ്ടതാ. അതൊന്നും മലക്കുകൾ നോക്കില്ല. ഇത് തമാശല്ല, കാര്യം പറഞ്ഞ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനേ മലക്കുകൾക്ക് അറിയൂ. അത്ര കൃത്യമായിട്ട് ചെയ്യുന്നവരാണ്. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഈ നിലക്ക് നമ്മുടെ അമല് നോക്കി ഏത് അമല നമുക്കൊരു പ്രതീക്ഷ? ഈ അമലിന് വല്ല ന്യൂനതകളുണ്ടോ, വല്ല കുറവുകളുണ്ടോ? അത് കൃത്യമായി പരിശോധിക്കുന്നവരാണ് റബ്ബിന്റെ മലക്കുകൾ. ആ നിബന്ധനകൾ മുഴുവനും പൂർണ്ണമായതല്ലാതെ മേൽപോട്ടുയർത്തപ്പെടൂല. ആരാ നമുക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്നത്? ആരാ നമുക്ക് അല്ലാഹു ഉണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്? ആരാ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത്? ആരാണ് നരകമുണ്ടെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഈ ഞാനും നിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? എല്ലാം പഠിപ്പിച്ചു തന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അമലുകൾ ഉയർത്തപ്പെടണമോ? എല്ലാ ഷർത്തുകളും ഫർളുകളും ചിട്ടകളും മദബുകളും ഒക്കെ പാലിക്കപ്പെട്ട അമലാണെങ്കിൽ തന്നെ ഈ അമല് ചെയ്യുന്ന മനുഷ്യൻ ഒരു ദിവസം ഒരു കളവ് പറഞ്ഞോ, അന്ന് അവന്റെ ഒരു അമലും ഉയർത്തപ്പെടൂല. ഇന്ന് സുബ്ഹി മുതൽക്ക് വൈകുന്നേരം വരെ സംസാരിച്ച സംസാരങ്ങളിൽ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടോ? ഹബീബ് പഠിപ്പിക്കുന്ന ഒന്നാനാകാശത്തിനൊരു മലക്കുകളുണ്ട്. അതേ മനുഷ്യൻ കളവ് പറയുന്നത് മാത്രം സൂക്ഷിക്കുവാൻ, നിരീക്ഷിക്കുവാൻ റബ്ബ് മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. കളവ് പറഞ്ഞ മനുഷ്യന്റെ ഒരു അമലും ഉയർത്തപ്പെടൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ പൊക്കം കുറഞ്ഞ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും വിശുദ്ധ ഖുർആനായത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആദ്യം അത് ഓതി കേൾപ്പിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളെയാണ്. ഇഖ്റഇനി ഇബ്നു മസ്ഊദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ എനിക്ക് അല്പം ഖുർആൻ ഓതി തരുമോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചു, അഖറഉ അലൈക വഅലൈക ഉൻദില യാ റസൂലല്ലാഹ്, ഞാൻ എന്തിനാണ് തങ്ങൾക്ക് ഖുർആൻ ഓതി തരുന്നത്? തങ്ങൾക്കല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, തങ്ങൾ ഓതി തന്നതല്ലേ
ഞങ്ങൾക്കറിയുകയുള്ളൂ. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅൽ ഖുർആന മിൻ ഗൈരി, മറ്റൊരാള് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എനിക്കൊന്ന് കേൾക്കാൻ, ഈ വചനമൊന്ന് കേൾക്കാൻ, ഈ ഖുർആൻ കേട്ട പുണ്യം ലഭിക്കാൻ നീ ഒന്ന് ഓതിത്തരണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഞാൻ സൂറത്തുൻ നിസാഇന്റെ തുടക്കം മുതൽക്ക് മുത്തുനബിക്ക് ഓതിക്കൊടുത്തു. ഓതി കൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹഉലാഇ ഷഹീദാ. ഈ ആയത്തിന്റെ അരികിലെത്തിയപ്പോ തങ്ങൾ പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ മദീബിൻ മസ്ഊദ്. ഇപ്പോൾ ഓതിയത് മദീബിൻ മസ്ഊദ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഹബീബ് ഇദൻ ഐനാഹു തദ്രിഫാ, റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാ. ജീവിതത്തിൽ 25, 30, 50, 60, 70 വയസ്സ് പ്രായമായിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരിക്കലെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് കരഞ്ഞ കണ്ണുകളുണ്ടോ? കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കരച്ചില് വന്നിട്ടുണ്ടോ? ഈ ഖുർആൻ കേൾക്കലുണ്ടോ? ഓതുന്നത് കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിക്കലുണ്ടോ? കാലച്ചെറുപ്പത്തിൽ കൈമാർക്ക് കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് കൊണ്ടുപോയപ്പോ ഉപ്പയുടെയോ ജേട്ടന്റെയോ കാരണവരുടെയോ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് ജുമയ്ക്ക് ആദ്യമായിട്ട് ചെന്ന അന്ന് മുതൽക്ക് കേട്ട് പരിചയമുള്ള ഒരു ആയത്തിയില്ലേ, അതാ ആദ്യമായി ജുമയ്ക്ക് പോയ ദിവസം ആരും മറക്കുകയില്ല. പള്ളി കണ്ട ദിവസം, മിഹ്റാബ് കണ്ട ദിവസം, മിമ്പർ കണ്ട ദിവസം, അന്ന് മുതൽക്ക് ഒരു മുഅദ്ദിനോ സമാനമായ വ്യക്തിയോ ഒരു വാള് പോലത്തെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഓതി കേൾപ്പിച്ചൊരായത്ത് ഓർമ്മയില്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടിട്ടില്ലേ? തൊട്ടടുത്ത വെള്ളിയാഴ്ച കേൾക്കാൻ നിൽക്കുന്നില്ലേ? ഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. ആഖിർ സമാനിലെ മക്കളെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ ആര് ഓതിയാലും, എവിടെ വെച്ച് ഓതിയാലും, ഏത് സമയത്ത് ഓതിയാലും ഖുർആൻ ഓതുന്നത് കേട്ട് കഴിഞ്ഞാൽ ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, മിണ്ടാതിരിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് വെച്ച് സംസാരിക്കരുത്. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് വെച്ച് മറ്റ് സംസാരങ്ങൾ സംസാരിക്കരുത്. അവിടെ വെച്ച് ദിക്റ് ചൊല്ലരുത്. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കരുത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് മറ്റൊന്നും ചെയ്തുകൂടാ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവനോട് സലാം പറയേണ്ടതില്ല, പറഞ്ഞാലൊട്ട് മടക്കേണ്ടതുമില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആര് തന്നെ മുൻപിൽ വന്നാലും എഴുന്നേൽക്കേണ്ടതില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അതാ ഒരാളോടും സംസാരിച്ചുകൂടാ, മൊബൈൽ അറ്റൻഡ് ചെയ്തുകൂടാ. നിന്റെ കയ്യിലാണ് വിശുദ്ധ ഖുർആന്റെ കോപ്പിയുള്ളത്, മുസ്ഹഫുള്ളതെങ്കിൽ തന്നെ അതിന്റെ മറുവശത്താരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ റബ്ബുൽ ഇസ്സത്ത്, സർവാധിനാഥനായ റബ്ബിന്റെ കലാമാ. നീ ഫോൺ എടുത്തുകൊണ്ട് സംസാരിക്കുമ്പോ അപ്പുറത്ത് ഫോൺ എടുത്തത് നീ ആദരിക്കുന്ന വലിയ മഹാനാണെങ്കിൽ, സുൽത്താനുൽ ഉലമയാണെങ്കിൽ, സമാനമായ ആളുകളാണെങ്കിൽ നിന്റെ സംസാരങ്ങൾക്ക് വല്ലാത്ത വ്യത്യാസമില്ലേ, ഭാവഭേദം വരില്ലേ? എന്നാൽ നിന്റെ അപ്പുറത്തുള്ളത് നിന്നെ സൃഷ്ടിച്ച
സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്താണെന്ന ചിന്ത വേണം പെങ്ങളെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മറ്റൊന്നും ചെയ്യരുത്. വളരെ ആദരവോടെ വിശുദ്ധ ഖുർആൻ നീ പാരായണം ചെയ്യണം. മെൻസസുള്ള സ്ത്രീകളോ, അതേ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളോ, ദീർഘമായ 10-40 ദിവസം ഖുർആൻ ഓതാതിരിക്കുമ്പോ നബവി ഇമാം പറയുന്നു, സമീപത്തൊരാളെ കൊണ്ട് ഖുർആൻ ഓദിച്ച് അവളത് കേൾക്കേണ്ടതാ. ഹൃദയം സജീവമാവാൻ, ആത്മാവിന് പോഷിപ്പിക്കപ്പെടാൻ, ആത്മാവിന് വളർച്ച കിട്ടാൻ, ആത്മാവ് തളരാതിരിക്കാൻ ഇടക്കിടയ്ക്ക് ഖുർആൻ കേട്ടുകൊണ്ടിരിക്കണേ. ഹബീബ് പൊട്ടിക്കരഞ്ഞു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആൻ ആരോധാണെങ്കിൽ കേൾക്കണം. തൊട്ടടുത്ത് നീ പീഡികത്തിണ്ടെങ്കിലോ റോഡ് സൈഡിലോ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത മദ്രസയിൽ നിന്ന് ബെല്ലടിച്ചിട്ട് കുട്ടികൾ ഫാത്തിഹ സൂറത്ത് ഓതുന്നത്. നീ ആ സമയത്ത് സംസാരം നിർത്തണം. എന്നിട്ട് നീ ആ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ കേട്ടില്ലെങ്കിൽ എന്താ വരിക? അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ വരിക? ഒന്നും വരില്ല. മരിക്കുമ്പോൾ ആഖിബത്ത് മോശമായി മരിക്കും. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തന്റെ അസ്സവാജിറിൽ രേഖപ്പെടുത്തിയത് കാണാം. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് മോശമായി മരിക്കാൻ ഹേതുകമാകുന്ന തിന്മയിൽപ്പെട്ടതാണ് ഖുർആൻ കേൾക്കുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാക്കുക. വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. ഏതെങ്കിലും അബദ്ധവശാൽ നിങ്ങൾ അത് കേട്ടുപോവുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ വിഭാഗമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശത്രുക്കൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബത്തിന്റെ സമീപത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സമീപത്തേക്ക് പോകുന്ന ആളുകളെ കാതിലൊക്കെ പഞ്ഞി വെച്ചു കൊടുക്കുമായിരുന്നു, കേൾക്കാതിരിക്കാൻ. അങ്ങനെ പഞ്ഞി വെച്ച് ഒരുപാട് സ്വഹാബികളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത്ര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ കേട്ട് ഖുർആൻ ഓതിക്കൊടുത്ത് പരിചയസമ്പന്നനായ സ്വഹാബിയാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എപ്പോഴെങ്കിലും പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ വളരെ താല്പര്യത്തോടെ സ്വഹാബത്ത് കാതുകൂർപ്പിച്ചത് കേൾക്കും. ഒരു വേള ശത്രുക്കൾ വരെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആനിന്റെ വിശദീകരണം ശ്രദ്ധിക്കുമായിരുന്നു. അത്രയും നല്ല ആർജവത്തോടെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ വിശദീകരിച്ചിരുന്നത്. ഒരിക്കൽ ഒരു സുബ്ഹ് നിസ്കാരാനന്തരം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ്. അവിടുന്ന് പറഞ്ഞു, എഴുന്നേറ്റ് നിന്നു. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒട്ടുമിക്ക പള്ളികളിലും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഒരു ഹദീസെങ്കിലും വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ AP ഉസ്താദ് കഴിഞ്ഞ SOSന്റെ സമ്മേളനം എടരിക്കോട് നടന്നപ്പോൾ അവിടുന്ന് നടത്തിയ അവസാനത്തിന് നിർദ്ദേശമായിരുന്നു, സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഒരു ഹദീസെങ്കിലും നിങ്ങൾ ഓതിക്കൊടുക്കണമെന്ന്. അതൊരു അത്യാവശ്യമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ സ്വഹാബത്ത് വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. എന്താ തങ്ങൾക്ക് പറയാനുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മുഅ്മിനായ സ്ത്രീയോ പുരുഷനോ തമ്മിൽ വൈരാഗ്യമുള്ള, വിദ്വേഷമുള്ള, വിരോധമുള്ള ആരെങ്കിലും നാണിച്ചു നിൽക്കണ്ട, എഴുന്നേറ്റ് പോവുക. മഹാന്മാരായ സ്വഹാബത്ത് മുഖത്തോട് മുഖം നോക്കി ആരും ഒന്നും എഴുന്നേൽക്കുന്നില്ല.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഒന്നുകൂടി കടുക്കുകയാണ്, ഗൗരവത്തിലാവുകയാണ്. കേട്ടില്ലേ, ഏതെങ്കിലും ഒരു മുസ്ലിമായ സ്ത്രീയോ മുസ്ലിമായ പുരുഷനോ തമ്മിൽ വല്ല വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ പകയോ ഉണ്ടെങ്കിൽ കാത്തു നിൽക്കണ്ട, ലജ്ജിച്ചു നിൽക്കണ്ട, എഴുന്നേറ്റ് പോവുക. വഅദ് പറയാൻ എന്തൊരെളുപ്പമാണ്, വഅദ് കേൾക്കാൻ എന്തൊരെളുപ്പമാണ്. വന്നസിയത്തു സഹ്ലുൻ വൽ മുശ്കിലു ഖബൂലുഹാ. സ്വീകരിക്കാൻ തയ്യാറുള്ള ഉമ്മമാരെന്റെ കൂട്ടത്തിലുണ്ടോ, ഈ സദസ്സിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ മുത്തുനബിയുടെ ഹദീസുകൾ പറയുമ്പോ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പറയുമ്പോ, അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ, ഉസ്താദേ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാ, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ന്യൂനതകളും പോരായ്മകളും ഒക്കെ ഒന്ന് പരിഹരിച്ചിട്ട് ശിഷ്ടം വരുന്ന ജീവിതത്തിൽ നന്നാവാൻ, പാപങ്ങളൊന്ന് പൊറുപ്പിക്കപ്പെടാൻ സന്നദ്ധരായ ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ? മണിക്കൂർ കണക്കിന് നിങ്ങളൊക്കെ വഅദ് കേട്ടിരുന്നവരാ, നിങ്ങളൊക്കെ മഗ്‌രിബ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാ, വളരെ ക്ഷീണിച്ചവരാ. ഈ ക്ഷീണിച്ച നിങ്ങളോട് കുറെ സമയം പ്രസംഗിക്കണമെന്ന് എനിക്ക് തീരെ അഭിപ്രായമില്ല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാര് എന്നെ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ വന്നതാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാ, എന്റെ സ്വഭാവമനുസരിച്ച് ഇത്രയൊന്നും ഞാൻ പറയാറില്ല. കാരണം എത്ര സമയമായി ആളുകളൊക്കെ ഇരിക്കുന്നു, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ? ബഹുമാനപ്പെട്ട വാരണാക്കര തങ്ങളവറുകള് നിങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പോവുകയാ. ആ തങ്ങളുടെ എത്തുന്നത് വരെ ഞാൻ ഒന്നെങ്കിലും കാര്യങ്ങൾ പറയുകയാ. പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, നീ ഒന്ന് കേൾക്കണോ? ഈ നിസ്കാരങ്ങളും ഇബാദത്തുകളും ഒക്കെ സ്വീകരിക്കപ്പെടണ്ടേ? നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ ഉയർത്തപ്പെടണ്ടേ? നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല. ഗൗരവത്തോടുകൂടി വീണ്ടും പറയുന്നു, എന്തേ നിങ്ങളെ നിൽക്കാത്തത്? ഒരു മുസ്ലിമായ സ്ത്രീയോടോ പുരുഷനോടോ ഏതെങ്കിലും വിധേന വൈരാഗ്യമുള്ള അയൽവാസികൾ തമ്മിൽ വൈരാഗ്യമുള്ള എത്ര ആളുകളുണ്ട്? ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വിരോധമുള്ള എത്ര ആളുകളുണ്ട്? കൂട്ടുകാര് തമ്മിൽ ഉള്ളിൽ പകവെച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട്? കുടുംബത്തിൽപ്പെട്ട ആളുകളുമായിട്ട് അകന്നു കഴിയുന്ന എത്ര ആളുകളുണ്ട്? അല്ലാഹ് ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളുണ്ട്? എത്രത്തോളം മാങ്ങളെയും പെങ്ങളും തമ്മിൽ പിണങ്ങി നിൽക്കുന്ന എത്ര ആളുകളുണ്ട്? അമ്മായിമ്മയും മരുമകളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? അതോരോന്നോരോന്നെടുത്തു പറഞ്ഞാൽ ഈ സമയത്ത് ചിന്തിക്കുക. ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളോടൊരു സ്വഹാബി എഴുന്നേറ്റ് ചോദിച്ചു, അബ്ദുല്ലാഹ്, നിങ്ങൾ എന്താണ് ഇത്ര ഗൗരവത്തിൽ പറയുന്നത്? നിങ്ങൾ എന്താണ് ഇത്ര സ്ട്രോങ്ങായി പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഒന്നുമല്ല, ഒരു മുസ്ലിമായ സ്ത്രീയോടോ ഒരു മുസ്ലിമായ പുരുഷനോടോ വൈരാഗ്യം വെച്ചുകൊണ്ട്, വിദ്വേഷം വെച്ചുകൊണ്ട്, പക വെച്ചുകൊണ്ട്, ദേഷ്യം വെച്ചുകൊണ്ട്, അനിഷ്ടം വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതെന്തിനാ? നോമ്പെടുക്കുന്നതെന്തിനാ? കർമ്മം കൊടുക്കുന്നതെന്തിനാ? ഒരു അമലും ഉയർത്തപ്പെടൂല.
ഖദറിന്റെ രാത്രിയിൽ പോലും, ബറാഅത്തിന്റെ രാത്രിയിൽ പോലും, പുണ്യപ്പെട്ട സമയങ്ങളിൽ പോലും അതേ ഉയർത്തപ്പെടൂല. വെള്ളിയാഴ്ച പകൽ സമയത്ത് ഒരു പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സമയമുണ്ടെന്ന് ഹബീബ് പഠിപ്പിച്ചില്ലേ? പക്ഷേ പരസ്പരം പിണങ്ങി നിൽക്കുന്ന, വിദ്വേഷം വെച്ച് നിൽക്കുന്ന, പക വെച്ച് നിൽക്കുന്ന ഒരു മുസ്ലിമിനും അല്ലാഹ് പൊറുക്കുകയില്ല, അവരെ പരിഗണിക്കുകയില്ല, മേൽപോട്ടുയർത്തുകയില്ല. പറയുന്നത് കെട്ടുകഥകളല്ല, അതേപോലെ വാറോലകളല്ല. വിവരമുള്ള ആലിമീങ്ങളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ദിവസം ഒരു കളവ് പറയുന്നവനാണോ ഒരു മുസ്ലിമായ സഹോദരനോട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പകവെച്ചു നിൽക്കുന്നവനാണോ, വെറുപ്പ് വെച്ച് നിൽക്കുന്നവനാണോ? ഒരമലും ഉയർത്തപ്പെടൂല. ഏത് അമലുകളാ നമുക്ക് പ്രതീക്ഷയുള്ളത്? ഏത് നിസ്കാരങ്ങളാ നമുക്ക് പ്രതീക്ഷയുള്ളത്? ഏത് ധർമ്മങ്ങളാ നമുക്ക് പ്രതീക്ഷയുള്ളത്? ഏത് ഖുർആൻ ഓതിയതാ നമുക്ക് പ്രതീക്ഷയുള്ളത്? നാളെ റബ്ബിന്റെ അടുത്ത് തൂക്കപ്പെടുമ്പോ തട്ടിലുണ്ടാകുമോ? ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ എത്തിയിട്ട് നന്മയും തിന്മയും തൂക്കുമ്പോ ചിന്തിച്ചിട്ട് ഫലമുണ്ടോ? ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ തിരിഞ്ഞിട്ട് കാര്യമുണ്ടോ? കറക്റ്റ് വള്ളിക്ക് പുള്ളിക്ക് തെറ്റാതെ ഞാൻ പറയുന്നു, ഒരു അമലും ഉയർത്തപ്പെടൂല. അമലുകൾ ഉയർത്തപ്പെടുന്നത് നിഷ്കളങ്കരിൽ നിന്നാണ്, ഒരാളോടും വിദ്വേഷമില്ലാത്തവരിൽ നിന്നാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തിയതിന്റെ പേരിൽ, തങ്ങളെ തരം താഴ്ത്തിയതിന്റെ പേരിൽ, തങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിലരോട് ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്. അത് തങ്ങൾക്ക് വേണ്ടിയുള്ള വെറുപ്പാണ്, അത് അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പാണ്, വ്യക്തിപരമായിട്ടുള്ള വെറുപ്പല്ല. ഇതങ്ങനെയല്ല. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അകന്നു നിൽക്കുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ നിങ്ങളോട്. ഈ നിലക്ക് നോക്കുമ്പോൾ നമുക്ക് നാളെ ആഖിറത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന അമല് ഏതാണ്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏത് അമലാ നമുക്ക് പ്രതീക്ഷയുള്ളത്? നിങ്ങളെ കാര്യം എനിക്കറിയാം, എനിക്ക് എന്നെ പറ്റി അറിയാം. എനിക്കൊരു പ്രതീക്ഷയുമില്ല. അമല് കൊണ്ട് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയുമില്ല. നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് എന്റെ ഈ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഹസനാത്തുകളൊക്കെ അവിടെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുമില്ല. കാരണം അതിനോട് ഒരുപാട് കുറവുകളുണ്ട്. അതേ സമയത്ത് മനുഷ്യൻ ചെയ്ത തിന്മകളോ ഇല്ല. ഒരു തിന്മയും മേൽപോട്ടുയർത്തപ്പെടാൻ, നമ്മുടെ ഏടുകളിൽ രേഖപ്പെടുത്താൻ ഒരു നിബന്ധനയുമില്ല. കള്ളു കുടിച്ചത് ശരിയാവാൻ വല്ല ഷർത്തുണ്ടോ? വ്യഭിചരിച്ചത് സഹിയാവാൻ വല്ല ഷർത്തുണ്ടോ? നിങ്ങളൊക്കെ ശരിക്ക് പരിചയമുള്ള സൂറത്തുള്ള സൂറത്തുൽ കഹ്ഫ് പറയുന്നില്ലേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നന്മയും തിന്മയും തൂക്കുന്ന തുലാസിലെത്തുമ്പോ ഒരു ചെറിയ തിന്മ പോലും ഒഴിഞ്ഞു പോയിട്ടില്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരോടൊന്നിച്ച് ചെയ്തിരുന്ന തിന്മകളാ, അതേ ടീനേജിന്റെ സമയത്ത് ബോധമില്ലാത്ത കാലത്ത് ചെയ്തു കൂട്ടിയ തിന്മകളാ, രാഷ്ട്രീയത്തിന്റെ പേരിൽ തിമിരം ബാധിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കുറ്റം പറഞ്ഞിട്ടുള്ളതാ, ചെയ്തു കൂട്ടിയ പരാക്രമങ്ങളാ, തെരാപാരാ നടക്കുന്ന സമയത്ത് ചിന്തിക്കാതെ ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാ. ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. പിന്നീട് ബോധം വെച്ചുകൊണ്ട് നല്ല നല്ല അമലുകൾ ചെയ്തതാ, പിന്നീട് നല്ല സംഘടനാ രംഗത്തും മറ്റും പ്രവർത്തിച്ചിട്ട് നന്നായതാ. പക്ഷേ മുമ്പ് ചെയ്ത അമലുകൾ തിന്മകളൊന്നും ഒക്കെ മറന്നുപോയതാ. പക്ഷേ നിന്റെ ഏടിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല.
മായ്ക്കപ്പെട്ടിട്ടില്ല. നിന്റെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി നീ ചെയ്ത സർവ തിന്മകളുമുണ്ട് പെങ്ങളെ, നന്മകളില്ല. വല്ലാതെ നിങ്ങൾ ചിന്തിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നു, പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഏക്കറക്കണക്കിന് പറമ്പില് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാറുണ്ട്, അഥവാ പൂള കൃഷി ചെയ്യാറുണ്ട്. ഈ കഥാ ഏക്കറക്കണക്കിന് പറമ്പിൽ പൂളയും മധുരക്കിഴങ്ങും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ, ഈ മധുരക്കിഴങ്ങ് തൂക്കി വെക്കുമ്പോൾ അതിനെ നന്നാക്കുന്ന ഒരു പരിപാടിയില്ലേ, അതിന്റെ കിസറുകളൊക്കെ മാറ്റിവെക്കുന്നൊരു ഏർപ്പാടില്ലേ? വളരെ വൃത്തിയുള്ള വണ്ണമുള്ള പൊടിയുള്ള കിഴങ്ങ് മാത്രമല്ലേ തൂക്കിക്കൊണ്ട് പോവുകയുള്ളൂ. ഏതെങ്കിലും വണ്ണമുള്ള കിഴങ്ങിന് തന്നെ കൊത്തുപറ്റിയിട്ടുണ്ടെങ്കിൽ, കൈക്കോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് തൂക്കലില്ല, അത് മാറ്റിവെക്കല. ഈ നിലക്കൊന്ന് ചിന്തിച്ചാള മോനെ, എത്രയെത്ര അമലുകൾ മാറ്റിവെക്കാനുണ്ടാകും, തൂക്കത്ത് പോകാത്ത എത്രയെത്ര അമലുകൾ ഉണ്ടാകും. അതേ സമയത്തൊരു തിന്മയും തന്നെ തൂക്കാത്തതില്ല. സഹോദരിമാരെ, ഇവിടെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മുടെ ഉമ്മമാരും ഉമ്മമാരും നമ്മുടെ പ്രായം ചെന്ന ഉമ്മമാര് അവര് ചെയ്തു കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സൽക്കർമ്മം ഇന്ന് നമുക്ക് പറയാനുണ്ടോ? നമ്മുടെ ഉമ്മമാർക്ക് കഷ്ടപ്പെട്ട് ഗർഭം ധരിച്ചത് പറയാനുണ്ട്, പ്രയാസപ്പെട്ട് പ്രസവിച്ചത് പറയാനുണ്ട്, 8ഉം 10ഉം പ്രസവിച്ച ഉമ്മമാരുണ്ട്. അല്ലാ, ഒരു സൗകര്യപ്രദമായ വീടില്ലാതെ, സൗകര്യപ്രദമായ റൂമില്ലാതെ, കാറ്റ് കടക്കുന്നൊരു ജനനില്ലാതെ, ലൈറ്റുകളില്ല, ഫാനുകളില്ല, ഇടുങ്ങിയ കുണ്ടനറയിൽ വെച്ചുകൊണ്ട് 2ഓ 3ഓ പ്രായം ചെന്ന ഉമ്മമാര് ചുറ്റുമിരുന്നിട്ട് ഖുർആനോദി, യാസീനോദി, ദിക്ർ ചൊല്ലിയിട്ട്, മാല ചൊല്ലിയിട്ട് തീർത്തും അതാ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദിവസങ്ങളോളം അമ്പലത്തിന്റെ വേദന കടിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് പ്രസവിച്ച ഉമ്മമാരില്ലേ? ആ ഉമ്മമാർക്ക് കിട്ടുന്ന വല്ല പ്രതിഫലവും ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് കിട്ടാനുണ്ടോ? കഷ്ടപ്പെട്ട് പ്രസവിച്ചത് പറയാനുണ്ടോ? ഒട്ടുമിക്ക പെണ്ണുങ്ങൾ സിസേറിയൻ ചെയ്തുകൊണ്ട് പ്രസവിപ്പിക്കപ്പെടുകയാ. അല്ലാ പെണ്ണേ, നിന്റെ ജീവിതത്തിൽ ത്യാഗമെവിടെ? ഒട്ടുമിക്ക വീടുകളിലും വന്ന് വെള്ളം പൈപ്പിൽ വരുന്നത് പോയിട്ട് കിണറുകളില്ല. അങ്ങകലെ കിടക്കുന്ന കിണറ്റിന്റെ അരികിൽ ചെന്ന് നല്ലപോലെ മുക്കാൻ കപ്പിയും കയറുമില്ല. അതേ പാള കൊണ്ട് കയറി കെട്ടി മാറുവെച്ച് വെള്ളം മുക്കി ആ ഉമ്മമാരെ തലയിൽ വെച്ചുകൊണ്ട് ചുമടേറ്റി വെള്ളം നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്ന് കുട്ടികളെ കുളിപ്പിച്ചവരാ. നിനക്കതാ മനോഹരം ചെയ്യാൻ വെള്ളമെത്തിച്ചു തന്ന ഉമ്മമാരാ. സുബ്ഹാനല്ലാഹ്, വളരെ സുന്ദരമായ നിന്റെ സ്വട്ടാര സമാനമായ വീട്ടിൽ നീയും നിന്റെ ഭാര്യയും കിടന്നുറങ്ങുകയാ. പാതിരാക്കാ സമയമായപ്പോ നിന്റെ ബെറ്റിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടടുത്തുള്ള കുഞ്ഞു തൊട്ടിലിൽ നിന്നുണർന്നു പോയി. ഉണർന്ന സമയത്ത് നിനക്ക് വല്ലാത്ത പ്രയാസം തോന്നി. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ചെന്നുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് അതാ മടിയിൽ വെച്ചുകൊണ്ട് മുലയൂട്ടുന്നത് കണ്ടിട്ടില്ലേ? ഉമ്മമാര് മുലയൂട്ടിയത്, നിന്റെ ഉമ്മ മുലയൂട്ടിയത് ഇങ്ങനെയല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? അന്നിങ്ങനെ തൊട്ടുകൊടുത്താൽ പിന്നീട്
ഓട്ടോമാറ്റിക്കായി ആടുന്ന തൊട്ടിലുകളില്ല. അലാ ചുമരിന്മേൽ അമർത്തുമ്പോഴേക്ക് കത്തുന്ന ലൈറ്റുകളില്ല, കറങ്ങുന്ന ഫാനുകളില്ല. ഇതുപോലെ 28, 30, 35, 40 ഡിഗ്രി ചൂടുള്ള സമയത്ത് ഒരു സൗകര്യപ്രദമായ കാറ്റ് കടക്കുന്ന ജനലുകളില്ല. മോനെ, നിന്റെ ഉമ്മ ആ ഇരുട്ടുള്ള റൂമിൽ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് അതിന്റെ പുകമൂക്കിലും വായിലുമൊക്കെ കേറിപ്പോയി ചൂടുകൊണ്ട് കഷ്ടപ്പെട്ടു അന്ന് നിന്നെ ആട്ടി ഉറക്കിയതാ. മണിക്കൂറുകളോളം നിന്റെ തൊട്ടിലിൽ പിടിച്ചിട്ട് ആട്ടിക്കൊണ്ടിരുന്നതാ. ഈ ഉമ്മമാര് ചെയ്ത ത്യാഗങ്ങളാ. ആഖിർ സമാനിലെ പെങ്ങളെ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്തത് പറയാനുണ്ടോ? തൊട്ടടുത്തുള്ള വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഭക്ഷണം പാകം ചെയ്തതാ, കുട്ടികളെ കുളിപ്പിച്ചു കൊടുത്തതാ. ഉമ്മമാരെ, ഇന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തൊരു പുണ്യം നമ്മുടെ പെണ്ണുങ്ങൾക്കുണ്ടോ? അതേ, അരച്ച പരിചയമുണ്ടോ? ഇടിച്ച പരിചയമുണ്ടോ? അല്ലാഹുവിന്റെ അടുത്തൊരു അമലായിട്ട് പറയാൻ, ത്യാഗമായിട്ട് പറയാൻ പെങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ വലിയ അമലുകളാ, വലിയ ത്യാഗങ്ങളാ. ഒരു പ്ലേറ്റ് കഴുകിയത് ഇന്ന് സ്ത്രീകൾക്ക് പറയാനുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കുന്നത് പറയാനുണ്ടോ? 2, 3 ഉസ്താദുമാർക്ക് ചെലവിന് പറയുമ്പോഴേക്ക് അതാ ഹോട്ടലുകളിൽ നിന്നും മറ്റു കാറ്ററിംഗ് സംവിധാനത്തിലൂടെ ഭക്ഷണം കൊണ്ടുവരികയാ. 10 ആൾ ഒരുമിച്ച് കൂടുന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കടലാസിന്റെ പ്ലേറ്റ് കൊണ്ടുവരികയാ, കടലാസിന്റെ ഗ്ലാസ് കൊണ്ടുവരികയാ. ഞാൻ ചോദിക്കുന്നു പെങ്ങളെ, കുറ്റപ്പെടുത്തുകയല്ല, വിമർശിക്കുകയല്ല, തൊട്ടുണർത്തുകയാ. റബ്ബിന്റെ മുൻപിൽ നന്മയും തിന്മയും തൂക്കുമ്പോ ഒരു അമലായിട്ട് പ്രതീക്ഷിക്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ? രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാതെ പെണ്ണുങ്ങൾ കിടക്കരുത്. അടിച്ചു വാരിക്കൂട്ടി അടിക്കൂട്ടി വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു മൂലയിൽ വെച്ചുകൊണ്ട് ഉമ്മമാർ ഉറങ്ങരുത്. ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും ആ വീട്ടിൽ നിന്ന് വിട്ടുമാറൂല. കുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ച പാത്രത്തിലുള്ള മൂത്രം അതുപോലെ അവിടെ സൂക്ഷിച്ചു വെച്ചുകൂടാ. കാലത്തെഴുന്നേറ്റ് കഴുകാമെന്ന് കരുതിയിട്ട് പാത്രങ്ങൾ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളോടുകൂടെ ആ നിലയ്ക്ക് വെച്ചൂടാ. പാത്രങ്ങൾ മൂടിവെക്കാതിരുന്നൂടാ, വെള്ളം മൂടിവെക്കാതിരുന്നൂടാ, അരിപ്പാത്രം കെട്ടിവെക്കാതിരുന്നൂടാ, പഞ്ചസാര തിന്നടക്കാതിരുന്നൂടാ, ഉപ്പിന്റെ പാത്രം മൂടാതിരുന്നൂടാ. അല്ലാ അല്ലാ, ഹബീബ് പഠിപ്പിച്ചതാ. നിന്റെ ബേസില് പാത്രങ്ങൾ അവർ കഴുകാതെ എല്ലാ കൊട്ടത്തളത്തിലേക്ക് ഇട്ടിട്ട് കിടന്നുറങ്ങുന്ന പെങ്ങളെ, നമ്മുടെ ഹബീബ് പഠിപ്പിച്ചതറിയോ? ആ പാത്രം നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുകയാ. നിന്നെ തരാ ശപിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല, അതൊന്ന് കഴുകിയിരുന്നെങ്കിൽ, വൃത്തിയാക്കിയിരുന്നെങ്കിൽ. ഹബീബ് സദറുന്നുബുവ്വത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞത്, മുത്തുനബി പറഞ്ഞൊരു വാക്ക് തെറ്റിയിട്ടുണ്ടോ? തെറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തെറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹബീബ് പറഞ്ഞൊരു പ്രവചനം തെറ്റിയിട്ടില്ല. സദറുന്നുബുവ്വത്തിന്റെ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞെങ്കിൽ അതിന് 2 പേരത് തെറ്റാൻ സാധ്യതയില്ല.
തെറ്റുമെന്ന് ചാറ്റാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവന് മുസ്ലിം എന്ന് പറയില്ല. അവിടുന്ന് പറയുകയാ, ഈ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകിയാല്, ഏത് സമയത്ത് ഭക്ഷണം കഴിച്ച പാത്രങ്ങളുണ്ടോ, പാചകം ചെയ്ത പാത്രങ്ങളുണ്ടോ, ചെമ്പുകളുണ്ടോ, കലങ്ങളുണ്ടോ, പ്ലേറ്റുകളുണ്ടോ, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ ആ പാത്രം പറയുന്നൊരു പ്രാർത്ഥന മുത്തുനബി പഠിപ്പിച്ചത്. നിങ്ങളെ നാട്ടില് ആലിമീങ്ങളില്ലേ, വിവരമുള്ളവരില്ലേ, നിങ്ങൾക്ക് പരിചയമുള്ളവരില്ലേ, ഹബീബ് പഠിപ്പിച്ചതറിയില്ലേ? ആഴ്ത്തക്കില്ല, അല്ല നിന്നെ രക്ഷപ്പെടുത്തട്ടെ. എന്നെ നീ പിശാചിൽ നിന്ന്, അത് ഉറുമ്പുകളും ഇഴജന്തുക്കളും മറ്റു ജീവജാലങ്ങളും സൂക്ഷ്മജീവികൾ, വൈറസുകൾ, ബാക്ടീരിയകള് എന്നയിൽ ഇങ്ങനെ കിടന്നു മറിഞ്ഞ് ശല്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി വൃത്തിയോടുകൂടി എന്നെ മാറ്റിവെച്ചിരിക്കുന്ന പെങ്ങളെ, നിന്നെ റബ്ബ് നരകത്തിൽ നിന്ന് ഇതുപോലെ രക്ഷപ്പെടുത്തട്ടെ എന്നീ പാത്രം പ്രാർത്ഥിക്കുമെന്ന് പഠിപ്പിച്ചത് ആരാന്നറിയോ? ഈന്തപ്പനകളെ നടത്തി കാണിച്ചു തന്ന മുത്തുനബിയോ, ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്ന മുത്തുനബിയോ. അതെ, ഈന്തപ്പന മുട്ടി പൊട്ടിക്കറയുന്നത് കേട്ടപ്പോ സമീപത്ത് വന്ന് ചാന്തനപ്പെടുത്തിയിട്ട് നിന്നെ സ്വർഗത്തിലൊരു മരമാക്കി ഞാൻ നിർത്തി തന്നെങ്കിലോ എന്ന് ചോദിച്ച മുത്തുനബിയോ. തകർന്നു പോകല്ലേ, നശിച്ചു പോകല്ലേ. ആഖിറത്തിൽ നന്മയും തിന്മയും തൂക്കുമ്പോ വല്ല അമലും പ്രതീക്ഷയുള്ളത് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഞാനെപ്പോഴും പറയാറുണ്ട്, എന്ത് അമലുമായിട്ടാണ് പെണ്ണുങ്ങൾ റബ്ബിനെ സമീപിക്കുന്നത്? എന്തൊരമലാണ് പ്രതീക്ഷയുള്ളത്? ഇത്തരം നന്മകളൊന്നും അഹങ്കാരങ്ങൾ വരാത്ത, കിബറുകൾ വരാത്ത, വൈരാഗ്യങ്ങൾ വരാത്ത, പോരുകൾ വരാത്ത ഇത്തരം അമലുകളൊന്നും പെണ്ണുങ്ങളിൽ നിന്ന് പാടെ നകന്നുപോയി. നമ്മുടെ ഉമ്മമാർക്കൊരു പക്ഷേ നിസ്കാരം ആപേക്ഷികമായി കുറവായിരിക്കും. നമ്മെപ്പോലെ സുന്നത്ത് നോമ്പ് ഒരുപക്ഷെ നോറ്റിട്ടുണ്ടാവില്ല. നമ്മെപ്പോലെ വഴവും പ്രഭാഷണവും കേട്ടിട്ടുണ്ടാവില്ല. നമ്മെപ്പോലെ ദിക്റും സ്വലാത്തും ചെല്ലിയിട്ടുണ്ടാവില്ല. നമ്മെപ്പോലെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഒരുപാട് ത്യാഗങ്ങളുടെ കഥകൾ അവർക്ക് പറയാനുണ്ടേ. അവര് പാലം കടന്നേ അക്കരെ എത്തിയിട്ടുണ്ടേ. ചികത്തേറ്റൊരു കാഫിയിലോ കന്ന് പോയി പോട്ട, കണ്ണു മടച്ചിട്ട് ഇരുളാമ പൊട്ട. നമ്മുടെ പൂർവീകരായ ഉപ്പമാര്, നമ്മുടെ ഉമ്മമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, ഇങ്ങനെ ഒരുപാട് ത്യാഗങ്ങള്. 10 പെറ്റ പെണ്ണുങ്ങളോ, 15 പെറ്റ പെണ്ണുങ്ങളോ കഷ്ടപ്പെട്ട് ജീവിച്ചവരാ. അവര് തയ്ച്ചൊരു ത്യാഗത്തിന്റെ 100 അംശം പോലും സഹിച്ചു എന്ന് പറയാൻ തന്റെ ഇടമുള്ളവരുണ്ടോ? ധൈര്യമുള്ളവരുണ്ടോ? അല്ലാഹു അവന്റെ മഹളായ ഫദ്ല് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ത്യാഗമായിട്ട് എന്താ നമുക്ക് പറയാനുള്ളത്? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു ത്യാഗം ചെയ്തു എന്ന് പറയാനുള്ളത് എന്താ? നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അം ഹസിബതും, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഈ സ്വർഗത്തെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? സഹോദരന്മാരെ, ചെറുപ്പക്കാര് മനസ്സിലാക്കണം. വാള് പറയാൻ വളരെ എളുപ്പ, ഉൾക്കൊള്ളാൻ ധൈര്യമുള്ളവരും. വാള് പറഞ്ഞൊരു സംഭവമല്ല. ഞാൻ പറഞ്ഞ 30 കൊല്ലം മുമ്പ് ഇവിടെ വാള് പറഞ്ഞ എനിക്ക് ഓർമ്മ. 32 കൊല്ലമായി വാള് പറയാൻ കഴിയും. ഒരു സംഭവേ അല്ല, പറയലൊരു സംഭവേ അല്ല, കേൾക്കാൻ കഴിയും. ഇവിടെ 1 സെന്റ് ഭൂമിക്ക് എത്ര വിലയുണ്ട് സഹോദര? ഈ റോഡ് സൈഡിന് 3 ലക്ഷം റുപ്യക്ക് 1 സെന്റ് ഭൂമി കിട്ടുമോ? 3 ലക്ഷമൊക്കെ വില ഉണ്ടോ?
4 4-5 ലക്ഷം റുപ്യക്ക് 1 സെന്റ് ഭൂമിക്ക് ഈ റോഡ് സൈഡിന് നല്ല ഭൂമിക്ക്. എന്നാ പിന്നെ അരീക്കോട് സിറ്റിയിലോ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരും? വേണ്ട, കോഴിക്കോട് സിറ്റിയിൽ 1 സെന്റ് ഭൂമിക്ക് എത്രയാ വില? ഒന്ന് കൂട്ടി വെക്കി, പറയണ്ട, കൂട്ടി വെക്കി. കോഴിക്കോട് സിറ്റി 1 സെന്റ് ഭൂമിക്ക് എത്രയാ വില? അല്ലാ. വേണ്ട, എറണാകുളം സിറ്റിയിൽ 1 സെന്റ് ഭൂമിക്ക് എത്രയായിരിക്കും വില? ബോംബെ സിറ്റിയിൽ 1 സെന്റ് ഭൂമിക്ക് എത്രയായിരിക്കും വില? ബാംഗ്ലൂർ സിറ്റിയിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൗൺ ബാംഗ്ലൂർ സിറ്റി എത്രയായിരിക്കും വില? ഒന്നുകൂടി, ഡൽഹിയിൽ എത്രയായിരിക്കും വില? വേണ്ട, ഹോങ്കോങ് സിറ്റിയിൽ 1 സെന്റ് ഭൂമിക്കുള്ള വില എത്രയാ? അമേരിക്കയുടെ ഏറ്റവും വലിയ ട്രേഡ് സെന്റർ, അതിന്റെ സമീപത്തിൽ 1 സെന്റ് ഭൂമിക്ക് എത്രയാ വില? സുബ്ഹാനല്ലാഹ്, തമാശയല്ല. കോടാന് കോടി ഡോളർ കൊടുത്താൽ ഈ ഭൂമി കിട്ടുവോ? കിട്ടൂല. ഇത്ര വിലയായി ഭൂമിക്ക്. എന്നാൽ പടച്ച റബ്ബിനോട് ഞാനും നിങ്ങളും ചോദിക്കുന്ന സ്വർഗത്തിന്റെ വില അറിയോ? ഇവിടെ 1 സെന്റ് ഭൂമിക്ക് 3 ലക്ഷം എന്നാന്ന് പറഞ്ഞപ്പോ അല്ല, 4-5 അത്രേ. എന്നാൽ ഈ ലോകത്തിലുള്ള സർവ്വഭൂമിയുടെ വില എത്രയാ? കോടാന് കോടി ഡോളറുകൾ കൊടുത്താൽ ഈ ഭൂമി കിട്ടുമോ? എന്നാൽ ഞാനും നീയും ചോദിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗത്തെപ്പറ്റി ബഹുമാനപ്പെട്ട മുത്തുനബി പറയുന്നു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയാ. അള്ളാന്റെ ചരക്ക് വലിയ വിലയുള്ളതാ. അള്ളാഹുവിന്റെ ചരക്ക് സ്വർഗമാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന. അള്ളാഹുവിന്റെ ചരക്ക് സ്വർഗമാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന മോനെ, അള്ളാഹു നമുക്ക് നൽകാമെന്ന് പറഞ്ഞ സ്വർഗം, ഈ സ്വർഗത്തിൽ 1 ഫീറ്റ് 1 അടി ഭൂമിയുടെ വില എത്രയാ? ഈ ദുനിയാവിലുള്ള മുഴുവൻ നൽകിയാലും ഈ സ്വർഗത്തിലെ 1 അടി ഭൂമിക്ക് തുല്യമല്ല. ഈ ദുനിയാവിലുള്ളത് മുഴുവനും കൊടുത്താൽ, ഈ കോടാനുകോടി ഡോളറുകൾ വിലപിടിപ്പുള്ള ഭൂമി മൊത്തം കൊടുത്താൽ, പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ നിന്ന് 1 അടിയോട് തുല്യമല്ല. ആ സ്വർഗം നിങ്ങൾക്ക് വെറുതെ കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടോ? അല്ലാഹ് ചോദിക്കുകയാണ്, ഈ സ്വർഗം നിങ്ങൾക്ക് വെറുതെ സ്വർഗത്തിലങ്ങ് കടക്കാമെന്ന് കരുതിയിട്ടുണ്ടോ? ഉമ്മമാരേ, ഉപ്പമാരേ, നല്ല ശീതീകരിച്ച എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്ത പള്ളിയിൽ നിന്നുകൊണ്ട് ഒന്നങ്ങ് കുമ്പിട്ട് നിസ്കരിച്ചതുകൊണ്ട്, അല്പമൊന്ന് ദിക്റ് ചൊല്ലിയതുകൊണ്ട്, അല്പം ഒന്ന് സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് ഈ സ്വർഗമങ്ങ് കയറിക്കൂടാമെന്ന് ധരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തെറ്റുപറ്റി. ആലിമീങ്ങളോട് ചോദിക്കൂ, പടച്ച റബ്ബ് പറയുന്നില്ലേ, അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാ വല്ലറാ. നിങ്ങളെ പൂർവീകരായ ആളുകൾ സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങളില്ലേ, ഈ ത്യാഗങ്ങളുടെ എന്നെങ്കിലും ഒരു സാമ്പിളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലില്ലാതെ ഈ സ്വർഗത്തിൽ കടക്കുമോ? അവരൊക്കെ വല്ലാതെ പതറിപ്പോയില്ലേ? അമ്പിയാക്കള് പതറിപ്പോയില്ലേ? ഔലിയാക്കള് പതറിപ്പോയില്ലേ? വല്ലാതെ കഷ്ടപ്പെട്ടില്ലേ? ജനാപത്ത് തുടർച്ചയായിട്ടുണ്ടായ സമയത്ത് മഹാനായ ഗൗസുൽ ആദം അങ്ങ് കുളിച്ചു തുടർച്ചയായി 40 തവണ. ഇനിയെങ്ങാനും അബ്ദുൽ ഖാദിർ കുളിക്കേണ്ടി വന്നാൽ ലമാത മിൻഹു, ശക്തമായ
തണുപ്പ് കൊണ്ട് രക്തം കട്ടയി അവിടെ കിടന്ന് മരിക്കുന്നതോ അത്രയും ത്യാഗങ്ങളോ, ആഴ്ചകളോളം പട്ടിണികളോ, കഷ്ടപ്പാടുകളോ, വർഷങ്ങളോളം കിടക്കാതെ നിൽക്കുക തന്നെയോ. എത്രയെത്ര സംഭവങ്ങളോ, ചരിത്രങ്ങൾ മുഴുവനും അങ്ങനെയല്ലേ. സുഖലോലുപതയോടുകൂടി ജീവിച്ച സ്വർഗത്തിൽ കടന്ന് ഒരാളെ പറയാനുണ്ടോ? നിങ്ങൾക്കറിയുമോ, നമ്മുടെ ഇമാമാകുന്ന ഇമാമുന ശാഫിഈ അവിടുത്തെ വക്കളിന്റെയും നെഞ്ഞിന്റെയും ഇടക്കായിട്ട് എത്ര രോഗങ്ങളോ. 56 വയസ്സ് ജീവിച്ച ശാഫിഈ ഇമാമ് അവിടുന്ന് കോടിക്കണക്കിനാണ് ഗ്രന്ഥങ്ങൾ, കോടിക്കണക്കിന് അനുയായികളെയാണ് ലോകത്തിന് വാർത്തുവിട്ടിട്ടുള്ളത്. എത്ര ഗ്രന്ഥങ്ങളോ, എത്ര ഇൽമുകളോ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ രാത്രി മൊത്തം അതേ ഒരു ദിവസം ഒരു ഖത്മുൽ ഖുർആൻ ഓതിയിരുന്നവരോ, ഈ ഇൽമു മുഴുവനും പഠിപ്പിച്ചു കൊടുത്തിരുന്നവരോ, അതിന് മൊത്തം ശേഷം ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും രചിച്ചിരുന്നവരാ. അവിടുന്ന് അവിടുത്തെ ശിഷ്യന്മാർക്ക് ദർസ് നടത്തുന്ന സമയത്ത് അതേ ശക്തമായ പൈൽസ് രോഗം കൊണ്ട് രക്തമിങ്ങനെ ഉറ്റിയിറ്റി വീഴുന്നതിനാണ് ഇമാമുന ശാഫിഈ ഒരു കോളാമ്പി പടിക്കം വെച്ചിട്ട് അതിന്മേലിരുന്ന് ദർസ് നടത്തിയതാ. അല്ലാ, ഈ പടിക്കം വെച്ചതിലിരുന്നു കൊണ്ട് ദർസ് നടത്തിയപ്പോഴൊന്നും തന്നെ എന്റെ രോഗമൊന്ന് സുഖപ്പെടുത്തിട്ടോ, ഒന്ന് ശിഫ നൽകുകണേ എന്ന് ദുആ ചെയ്യുന്നതിന് പകരം ശാഫി ഇമാമ് പറഞ്ഞത്, അല്ലാ നിനക്ക് എന്നോടുള്ള പൊരുത്തവും തെറ്റിയും ഈ രോഗം നൽകിയതിലാണോ, ഞാനിങ്ങനെ വേദനിക്കുന്നതിലാണോ, കഷ്ടപ്പെടുന്നതിലാണോ? 1000 കൊല്ലം ഈ പാവപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഇങ്ങനെ വേദന ഇറക്കുന്നതിൽ ഒരു പരാതിയില്ല, സന്തോഷം തന്നെ. മക്കളെ, ചെറുപ്പക്കാരെ, നമ്മളൊക്കെ ജീവിതത്തിൽ എന്താണ് ത്യാഗം സഹിച്ചത്? 30-32 കൊല്ലം വയതു പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അല്ലാ, നിങ്ങൾ സന്തോഷകരമായ രൂപത്തിൽ സ്റ്റേജ് കെട്ടിത്തന്നു, നിങ്ങൾ പബ്ലിസിറ്റി നടത്തി, ആളുകളൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തന്നു, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നു, വന്ന വാഹനത്തിന് വാടക തന്നു, എല്ലാ നിലക്കും സൗകര്യപ്പെടുത്തി തന്നു. എല്ലാ സൗകര്യപ്പെടുത്തി തന്നപ്പോ ഞാൻ നിങ്ങളോട് 1-2 മണിക്കൂർ സംസാരിച്ചു. ത്യാഗമെവിടെയാ? പ്രയാസങ്ങളെവിടെയാ? ത്യാഗമായിട്ട് പറയാനുള്ളതെന്താ? ത്യാഗം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അറിയുമോ? ബഹുമാനപ്പെട്ട മുത്തുനബി സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരു പ്രവാചകന്റെ ചരിത്രം പറയുന്നു. സക്കരിയാ നബി അലൈഹിസ്സലാം. ഓരോ പ്രവർത്തകന്മാർക്കും തോന്നാറുണ്ടല്ലേ, എത്ര പാടുപെട്ടാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തിയത്, എത്ര പാടുപെട്ടാണ് ഞങ്ങളുടെ മദ്രസ ഇവിടെ സ്ഥാപിച്ചത്, എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയത്, എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ദീനീ ചൈതന്യങ്ങൾ ഉണ്ടാക്കിയത്, ഈ ദീനിന്റെ പ്രവർത്തനങ്ങളൊക്കെ കെട്ടിപ്പടുത്തുണ്ടാക്കിയത് എന്ന് പറയലില്ലേ, ചിന്തിക്കലില്ലേ? എന്റെ പ്രഭാഷണം കേട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, അഭിപ്രായം വേണ്ട, ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്, കേവലം ഓർമ്മപ്പെടുത്തലുകളാണ്. ഓർക്കണം, സക്കരിയാ നബി ആ ജനങ്ങളോട് പ്രഭാഷണം നടത്തി. അള്ളാഹുവിനെ സംബന്ധിച്ച്, പടച്ച റബ്ബിന്റെ ദീനിനെ സംബന്ധിച്ച്, പടച്ച റബ്ബിന്റെ നിയമങ്ങളെ സംബന്ധിച്ചവരോട് പറഞ്ഞു. പക്ഷേ ആളുകൾ അത് സ്വീകരിക്കില്ല.
എന്ന് മാത്രമല്ല സക്കരിയാ നബി അടിക്കുകയാ, വേദനിപ്പിക്കുകയാ. പിറ്റേന്നും ഈ നിലപാട് തുടരുകയാണ്. സക്കരിയാ നബിന്റെ പ്രഭാഷണം തുടർന്നപ്പോ, റബ്ബിനെ പറ്റി പറഞ്ഞപ്പോ, ദീനിനെ പറ്റി പറഞ്ഞപ്പോ, റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ, ഇത് സക്കരിയാ നബി അലൈഹിസ്സലാമിനെ അവര് കൊല്ലാൻ തീരുമാനിച്ചു. ഊരിപ്പിടിച്ച വാളുമായിട്ട് പിറകെ ഓടുകയാ. ജീവനും കൊണ്ട് സക്കരിയാ നബി ഓടിപ്പോയി. ഓടി ഓടി തളർന്നു പോയി. അതേ, തന്റെ പിറകിൽ വാളും പിടിച്ച് വരുന്നവരുണ്ട്, ആക്രോശിക്കുന്നവരുണ്ട്. അതേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ അല്ല കുത്തുബുദ്ദീൻ അൻസാരിയുടെ ആ തൃശൂലത്തിന്റെ മുമ്പിൽ കൂപ്പുകുത്തി നിൽക്കുന്ന രംഗം മറന്നുപോയോ? ജീവന് വേണ്ടി കേഴുന്ന രംഗം മറന്നുപോയോ? മഹാനായ സക്കരിയാ നബി ഓടുകയാ. പടച്ച റബ്ബിന്റെ പ്രവാചകരല്ലയോ? അല്ലാഹു ദീൻ പഠിപ്പിക്കാൻ പറഞ്ഞയച്ചവരല്ലയോ? വിശുദ്ധ ഖുർആനിൽ ചരിത്രം പറഞ്ഞ പ്രവാചകരല്ലയോ? മുഅ്ജിസത്ത് കൊണ്ട് സഹായം കിട്ടിയവരല്ലയോ? ബഹുമാനപ്പെട്ട സക്കരിയാ നബി ഓടി ഓടി തളർന്നപ്പോ രക്ഷയ്ക്ക് വേണ്ടി പടച്ച റബ്ബ് ഒരു വലിയ വടവൃക്ഷത്തെ അങ്ങ് പിളർത്തിക്കൊടുത്തു. ആ വലിയ വടവൃക്ഷത്തിൽ ഉണ്ടായ ആ വലിയ പിളർപ്പിൽ സക്കരിയാ നബി അങ്ങ് കേറിയതാണ്. ഒരു മാളം രൂപപ്പെട്ടതാണ്. അതിലേക്ക് അങ്ങ് കയറിയതോടുകൂടി ആ വൃക്ഷം അങ്ങടഞ്ഞു, ശ്വാസം വിട്ടു. അൽഹംദുലില്ലാഹ്, രക്ഷപ്പെട്ടു. സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ വൃക്ഷമങ്ങടഞ്ഞപ്പോ സക്കരിയാ നബിയുടെ നീണ്ട മുടികള് ഈ വൃക്ഷത്തിന്റെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്നത് നബി അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. പടച്ച റബ്ബിന്റെ പരീക്ഷണം തന്നെ. പരീക്ഷണങ്ങൾ പല രൂപത്തിലല്ലേ? അതേ, ശത്രുക്കൾ വന്നു നോക്കുമ്പോ സക്കരിയാ നബിന്റെ മുടി കാണുകയാ. അല്ലാ, ഏതൊരു പുള്ളിക്കാരന് വേണ്ടിയാ, ഏതൊരാളെ പിടിക്കാനാ നമ്മളിങ്ങനെ ആക്രോശിച്ചോടിയത്? ആ പുള്ളിക്കാരൻ ഇതിനകത്തുണ്ടല്ലോ. അവരെന്ത് ചെയ്തു എന്നറിയുമോ? ആ സക്കരിയാ നബി ഒളിഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിന്റെ മേൽഭാഗം അങ്ങ് മുറിച്ചു. തന്റെ കാലിന്റെ താഴ്ഭാഗവും മുറിച്ചു. സക്കരിയാ നബിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ പിടിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട സക്കരിയാ നബി ഒളിഞ്ഞിരിക്കുന്ന ഈ മരത്തിന്റെ കഷ്ണം അവര് ചുമന്നു കൊണ്ടുപോയി. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പരിചയമുണ്ടാവില്ല. പഴയകാലം നമ്മുടെ നാട്ടിലൊക്കെ മരമീരൽ എങ്ങനെയാണ്? രണ്ട് ഭാഗത്തും കാലുകൾ കുഴിച്ചിട്ട് ഒരു ശരിക്കൊരു വിലങ്ങ് വെച്ചിട്ട് ഈ ഈരാനുള്ള മരം വിലങ്ങനെ ഇട്ടിട്ട് ഒരാൾ ആ മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് താഴ്ഭാഗത്ത് ഒരാള് നിന്നിട്ട് തീർന്ന് മുറിക്കലാ. ശക്തമായ മൂർച്ചയുള്ള വാളിന്റെ പല്ലുകൊണ്ട് അതിങ്ങനെ പതിയെ പതിയെ ഈരലാ. ഇങ്ങനെയാ പഴയകാലത്ത് തീർന്നിരുന്നത്. സക്കരിയാ നബി ഒളിഞ്ഞു നിൽക്കുന്ന ആ മരമങ്ങ് ഈരുകയാ. തന്റെ മൂർധാവിലൂടെ ഈരാൻ പോകുകയാണ്. തീർന്ന് അതേ, ഒരു ചെറിയ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത ഈരൽ തന്റെ മൂർധാവില്. മൂർച്ചയുള്ള ഈർച്ചവാളിന്റെ പല്ലുകള് തന്റെ മൂർധാവിൽ കൂടി ഈരാനങ്ങ് പോകുമ്പോ അല്ലാ, മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു, സക്കരിയാ നബിയേ, ഈ വാളിന്റെ മൂർച്ചയുള്ള പല്ലുകൾ നിങ്ങളെ മൂർധാവിലേക്ക് അങ്ങ് തട്ടുമ്പോൾ, അവിടെ അങ്ങ് പിളരുമ്പോൾ, വേദന കൊണ്ടൊന്ന് പെടഞ്ഞു പോയാൽ, നിങ്ങളെ ചുണ്ടൊന്ന് വിടർന്നു പോയാൽ, എന്നൊന്ന് പറഞ്ഞു പോയാൽ
അമ്പിയാക്കളെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ പേര് മാറ്റുന്നതാ, നിങ്ങളെ പേര് വെട്ടുന്നതാ. സക്കരിയ നബിയുടെ മൂർധാവിലേക്ക് വാളിന്റെ പല്ലുകൾ അങ്ങ് ഈർന്നിറങ്ങിയപ്പോ മിണ്ടിയില്ല, അടച്ചങ്ങി പിടിച്ചു. പറഞ്ഞതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ട് പിളർപ്പാക്കി പോയി. ഓ മുസ്ലിമീങ്ങളെ, മുസ്ലിം ചെറുപ്പക്കാരെ, വലം യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅ്സാഉ വല്ലറാ. അതേ, ഇതിനോട് സമാനമായ എന്തെങ്കിലും ഒരു പ്രവൃത്തികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പറയാനുണ്ടോ? ഈ 30, 35, 40, 50 വയസ്സ് പ്രായമായിട്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പടച്ച റബ്ബിന് വേണ്ടി ഒരു ത്യാഗം ചെയ്തത് പറയാനുണ്ടോ? കാന്തപുരം ഉസ്താദിന് പറയാനുണ്ട്, ഖലീൽ തങ്ങൾക്ക് പറയാനുണ്ട്, പേരോട് ഉസ്താദിന് പറയാനുണ്ട്, പല ത്യാഗങ്ങളും അവർക്കൊക്കെ പറയാനുണ്ട്. എനിക്ക് പറയാനുണ്ടോ? നിങ്ങൾക്ക് പറയാനുണ്ടോ? ത്യാഗം ചെയ്യിക്കാൻ ഈ സ്വർഗത്തിൽ കടക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? തെറ്റുപറ്റിപ്പോയി. മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു വന്നത്. ഓ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം, കഷ്ടപ്പാടുകൾ സഹിക്കണം, അള്ളാഹുവിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യണം, കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കണം, പരമാവധി റബ്ബിനെ നമ്മൾ പേടിക്കണം, അതിനുവേണ്ടി ഏത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനാവണം. അപ്പോഴേ സ്വർഗം നമുക്ക് കിട്ടൂ. പറഞ്ഞു വന്നതെന്താ? ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. എത്ര ആളുകളാ താല്പര്യത്തോടെ ഭക്ഷണം ഇട്ട് തരുന്നത്. നല്ല ചെറുപ്പക്കാർ ആവേശത്തോടുകൂടി സൽക്കരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി ഞാൻ ബേസിലരികിൽ ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല, ഇതിലൊന്നും ഇടപെടുന്നില്ല. ഞാൻ ചോദിച്ചു, ഇയാളെന്താണൊന്നും മിണ്ടാത്തത്? അപ്പോഴാ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരന് സുഖമില്ല. പ്രഥമൃഷ്ടിയാൽ അസുഖമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതെങ്കിലും പ്രയാസമുണ്ടെന്ന് തോന്നിയില്ല. എന്താണ് അസുഖമെന്ന് ചോദിച്ചപ്പോ ക്യാൻസറാണ്, തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നതാണ്, കീമിയോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മിണ്ടൂല. എന്തേ? ഉമിനീര് വറ്റിപ്പോയതാ. അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ തങ്ങളുപ്പാപ്പ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തങ്ങളാപ്പ വരുന്നത് വരെ പറയാനാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തി. അപ്പൊ ഈ ചെറുപ്പക്കാരന് ക്യാൻസറാണ്, മിണ്ടാൻ കഴിയില്ല. എന്തേ? പറ്റിയതൊന്നുമല്ല. ഈ ചെറുപ്പക്കാരന്റെ ഉമിനീര് വറ്റിപ്പോയതാ. ക്യാൻസറിന് ചികിത്സിച്ചതിന്റെ സൈഡ് എഫക്ട് കൊണ്ട് ഉമിനീരൊക്കെ വറ്റിപ്പോയതാണ്. മോനെ, നമ്മളൊക്കെ ഇങ്ങനെ വെട്ടിഭക്ഷണം കഴിക്കുന്നു, വെട്ടി വിഴുങ്ങുന്നു. ഭക്ഷണത്തിന്റെ രുചി അറിയണമെങ്കിൽ വായിൽ ഉമിനീര് വേണം. കഴിക്കുന്ന ഭക്ഷണം ദഹിക്കണമെങ്കിൽ ഉമിനീര് വേണം. മിണ്ടാൻ കഴിയണമെങ്കിൽ ഉമിനീര് വേണം. ഉമിനീരില്ലേ മിണ്ടൂല. ഈ ചെറുപ്പക്കാരൻ അല്പസമയം കഴിഞ്ഞപ്പോ ബേസിന്റെ അരികിൽ ചെന്ന് പൈപ്പിൽ നിന്ന് അല്പം വെള്ളമെടുത്തിട്ട് കുറെ സമയം വായിൽ വെള്ളം പിടിച്ച് കൊപ്പിളിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, വായയിലും നാവിലുമൊക്കെ വറ്റി വരണ്ടു പോയി. പഴയകാലത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പഴയകാലത്തൊരു സ്വഭാവമില്ലേ? വായന്റെ ഉണങ്ങിയ കൈകൾ കൂട്ടിക്കെട്ടാൻ എന്താ ചെയ്യാറുള്ളത്? വെള്ളത്തിലിട്ടൊന്ന് പൗത്തലാണ്.
മൂലമുടയുമ്പോൾ നമ്മൾ എന്താ ചെയ്യല്? വെള്ളത്തിലിട്ടൊന്ന് പൗത്തലാണ്. എന്തിനാണ്? അത് പൊട്ടാതിരിക്കാനാണ്. ചൂടിക്കയറ് കൊണ്ട് കെട്ടുന്നതിന്റെ മുമ്പ് എന്താ ചെയ്യല്? അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തലാണ്. എന്നതുപോലെ എന്റെ നാവൊന്ന് വെള്ളമൊഴിച്ചു കുതിർത്തിയില്ലെങ്കിൽ, ഒന്ന് നനച്ചില്ലെങ്കിൽ, നാവും വായും ഒക്കെ പൊട്ടിയിട്ട് അത് ശക്തമായ രക്തം പ്രവഹിക്കുന്നതാ. നമ്മള് പറയും നമ്മുടെ നാവിനത്തൊരു നീളമാണ്, എന്തൊരു വാചാലതയാ. ഈ നാവ് കൊണ്ട് ഇങ്ങനെ പറയണമെങ്കിൽ ഈ നാവിൽ ഉമിനീര് പൊടിയണേ. ഈ ഉമിനീര് എവിടുന്നാണ് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരായിതിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? 2 വർഷം മുമ്പ് മഅ്ദിനിലെ സ്വലാത്ത് നഗറിലെ 27-ാം രാവിന്റെ പ്രാർത്ഥനാ സദസ്സിലെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ദുആ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അത് വലിയ സാമ്പത്തിക ശേഷിയുള്ള വിദ്യാസമ്പന്നനായ IAS പോലും പാസ്സായിട്ടുള്ള കേരളത്തിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ വായിലെ ഉമിനീര് വറ്റിയതാ. കോടിക്കണക്കിന് രൂപയുണ്ടായിട്ട് കാര്യമുണ്ടോ? സമ്പത്ത് കൊണ്ട് കാര്യമുണ്ടോ? സ്വാധീനം കൊണ്ട് കാര്യമുണ്ടോ? ഒരു തുള്ളി ഉമിനീര് സൃഷ്ടിക്കാൻ കഴിയുമോ? ഉമിനീര് ഉണ്ടാവാൻ അതിന് കഴിക്കുന്ന ഗുളികയുണ്ടോ? അതിന് കഴിക്കുന്ന മെഡിസിൻ ഉണ്ടോ? അതിന് കഴിക്കുന്ന പച്ചമരുന്നുണ്ടോ? ഇല്ല, ഇല്ല. ഇതുകൊണ്ടാ പടച്ച റബ്ബ് ചോദിച്ചത്, ഖുൽ ഇൻ അസ്ബഹ മഅകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളെ കണ്ണിലെ കണ്ണിനീരങ്ങ് വറ്റിപ്പോയാൽ, വായിലെ ഉമിനീരങ്ങ് വറ്റിപ്പോയാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. എവിടുന്നാണ് ഉമിനീര് കിട്ടുക? മോനെ, മസില് പവറുണ്ട് അല്ലേ? കയ്യൂക്കുണ്ട് അല്ലേ? ഏത് തെറിയും വിളിക്കുമല്ലേ? ആരെയും പേടിയില്ല അല്ലേ? ഏത് തോന്നിവാസവും നിന്റെ വായിലൂടെ വരുമല്ലേ? ഒരു ആലിമിനെയും വെറുതെ വിടൂല അല്ലേ? ഈ നാവിൽ നിന്ന് ഇങ്ങനെ പൊടിയുന്ന ഉമിനീര് ആരാ നിനക്ക് സൃഷ്ടിച്ചത്? ആ റബ്ബിനെ മറക്കാൻ പറ്റുമോ? ഓരോ നിമിഷവും നിന്റെ വായിൽ ഉമിനീര് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഒന്നിച്ചങ്ങിറങ്ങിപ്പോയാലോ, ഒന്നിച്ചങ്ങൊലിച്ചു പോയാലോ, എന്തൊരു വൃത്തികേടാ. കൃത്യമായി 65 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് പുറപ്പെടുവിച്ച ഉമിനീര് 2 സ്വിമ്മിംഗ് പൂള് തുടങ്ങിയാൽ തീരൂല. ഇതൊക്കെ നിനക്ക് ചെയ്യുന്ന ഈ റബ്ബിനെ നീ മറക്കുമോ? ഈ റബ്ബിനെ നീ തിരസ്കരിക്കുമോ? ഈ റബ്ബിനോട് നിനക്ക് ഇഷ്ടമില്ലേ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. ഈ ഗുണങ്ങൾ മുഴുവനും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന, ആട്ടിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കിടിനിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ വാൾവിങ്ങനെ ഉറങ്ങുകയും ചുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ നിന്റെ ശരീരത്തിൽ 6 ലിറ്റർ രക്തം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേഷൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ റബ്ബിനോട് നിനക്ക് ഇഷ്ടമില്ലേ? സ്നേഹമില്ലേ? നിനക്ക് മാരക രോഗം പിടിപെട്ടപ്പോ നിനക്ക് നീ പണം കൊടുത്തിട്ട്, കാശ് കൊടുത്തിട്ട് നിന്നെ ചികിത്സിച്ച ഡോക്ടറോടുള്ള ഒരു സ്നേഹം പോലും ഈ റബ്ബിനോടില്ലേ? ഈ റബ്ബിനോട് സ്നേഹമുണ്ടോ? റബ്ബിനോട് താല്പര്യമുണ്ടോ? ഇതൊക്കെ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന റബ്ബിനോട് നിനക്ക് നന്ദിയുണ്ടോ? നീ ചെയ്യേണ്ടതെന്താ?
ഫത്തബിഊനി, ഹബീബിനെ പിൻപറ്റലാ, ഹബീബ് ജീവിച്ചതുപോലെ ജീവിക്കലാ, ഹബീബ് ഇഷ്ടപ്പെടലാ. ഹബീബ് വലത്തെ കൈകൊണ്ടാ കുടിച്ചത്, ഹബീബ് വലത്തെ കൈകൊണ്ടാ പിടിച്ചത്, ഹബീബ് വലത്തെ കൈകൊണ്ടാ കൊടുത്തത്, വലത്തെ കൈകൊണ്ടാ വെള്ളം കുടിച്ചത്, വലത്തെ കൈകൊണ്ട് കുടിക്കണമെന്നാ പഠിപ്പിച്ചത്, വലത്തെ കൈ വലത്തേതിനെ മുന്തിക്കണമെന്നാ പഠിപ്പിച്ചത്. ഈ ഹബീബ് മുടി മുറിക്കാൻ പഠിപ്പിച്ചതെങ്ങനെയാ, പാൻറുടുക്കാൻ പഠിപ്പിച്ചതെങ്ങനെയാ, മുണ്ടുടുക്കാൻ പഠിപ്പിച്ചതെങ്ങനെയാ, ചെരുപ്പ് ധരിക്കാൻ പഠിപ്പിച്ചതെങ്ങനെയാ, നടക്കാൻ പഠിപ്പിച്ചതെങ്ങനെയാ, ഉണ്ണാൻ പഠിപ്പിച്ചതെങ്ങനെയാ, ജീവിക്കാൻ പഠിപ്പിച്ചതെങ്ങനെയാ. പ്രിയപ്പെട്ട പെങ്ങളെ, നിസ്കരിച്ചിട്ടെന്താ, നോമ്പെടുത്തിട്ടെന്താ, ധർമ്മം കൊടുത്തിട്ടെന്താ, അല്ലാഹുവിനോട് നിനക്ക് ഇഷ്ടമുണ്ടോ? ആരാ നിന്റെ സുന്ദരമായ ചർമ്മം നിനക്ക് തന്നത്? ആരാ ഈ സുന്ദരമായ മുഖം നിനക്ക് തന്നത്? ആരാ ഈ മൃദുലമായ ശരീരം നിനക്ക് തന്നത്? ആരാ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തി തരുന്നത്? ആരാ നിന്റെ മുടിക്ക് കറുപ്പ് തന്നത്? ആരാ നിന്റെ ചുണ്ടിന് ചുവപ്പ് തന്നത്? ആരാ നിന്റെ കണ്ണിന് ആകർഷണീയത തന്നത്? ആരാ നിന്റെ ഈ രൂപത്തിൽ ആകാര സൗഷ്ഠവമായ ശരീരം തന്നത്? ആ റബ്ബിനോട് ഇഷ്ടമുണ്ടോ? ഹബീബ് പറഞ്ഞതുപോലെ ജീവിക്കണ്ടേ? ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഹബീബിനെ ഇഷ്ടപ്പെട്ടാൽ, ഹബീബ് ജീവിച്ചതുപോലെ ജീവിച്ചാൽ, ഹബീബിനെ ഉൾക്കൊണ്ടാൽ റബ്ബിന്റെ ഇഷ്ടം കിട്ടുന്നതാ. അതിലൂടെയാ റബ്ബിന്റെ സ്നേഹം കിട്ടുന്നത്, അതിലൂടെയാ രക്ഷപ്പെടുന്നത്. അർഹമുർ-റാഹിമീനായ റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിനക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുത്തുനബിന്റെ ഹക്ക് കൊണ്ട്, മുത്തുനബിന്റെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട്, മുത്തുനബിന്റെ ആശിഖീങ്ങളെ ഹക്ക് കൊണ്ട്, മുത്തുനബിന്റെ മുഹിബ്ബീങ്ങളെ ഹക്ക് കൊണ്ട്, മുത്തുനബിന്റെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട് ശിഷ്ടം വരുന്ന ജീവിതത്തിലെങ്കിലും ഹബീബിനെ കുറിച്ചൊന്നറിഞ്ഞ് ഹബീബിനോട് പിൻപറ്റി പടച്ച റബ്ബിന്റെ സ്നേഹം സമ്പാദിക്കാൻ നമുക്കല്ല തൗഫീഖ് നൽകട്ടെ. നമ്മളെ അല്ല കബൂൽ ചെയ്യട്ടെ. അരിതായ്മകൾ മുഴുവനും അല്ല വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു ഈ സദസ്സ് ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സമയം വളരെ വൈകിപ്പോയി. ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പ നമുക്ക് ദുആ ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ ദുആയിൽ പങ്കെടുക്കണം. അവിടുത്തെ ചെറിയ നസീഹത്താണെങ്കിലും അത് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് അല്പം വൈകിപ്പോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, നമ്മുടെ ദിക്ർ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാകും. വർക്കത്തിനുള്ള ഭക്ഷണം എല്ലാവരും വാങ്ങണം. സ്ത്രീകൾ അച്ചടക്കത്തോടെ വാങ്ങണം. എല്ലാവരുടെ കയ്യിലേക്കും എത്തുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങള് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. 9 മണിക്ക് തങ്ങളെ എത്തി. അപ്പൊ ഉസ്താദ് വയത് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ലുക്കുമാൻ ഉസ്താദിന്റെ വയത് കുറച്ചൊക്കെ ജനങ്ങൾ കേൾക്കണം, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് തങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നതാണ്. ഉസ്താദ് കുറച്ചൊരു വയത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ആവശ്യമായ നസീഹത്തുകളൊക്കെ നൽകി ഒരുപാട് ആളുകൾ ദുആ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു സഹോദരി അസുഖം മാറുകയും ഇനി ഉംറയ്ക്ക് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സ്വർണ്ണാഭരണം നമ്മുടെ ഈ സദസ്സിലേക്ക് നൽകിയിട്ടുണ്ട്. മകളുടെ വിവാഹം എളുപ്പത്തിൽ ശരിയാകുന്നതിന് വേണ്ടി, വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടിയും ഒരു സഹോദരൻ 333 രൂപ, മറ്റു 2 സഹോദരന്മാർ 101 രൂപ നൽകി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതേപോലെ ഈമാൻ കിട്ടി മരണപ്പെടാൻ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കാൻ, അതേപോലെ തന്നെ എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് കിട്ടി വിജയിക്കാൻ വേണ്ടി, വിവാഹം ശരിപ്പെടാൻ
തുവക്കാട് ചെറിയമ്പാടം വീരാൻകാക്ക അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി, വീട് നിർമ്മാണം പൂർത്തിയാകാൻ വേണ്ടി, വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി വീടില്ലാത്തൊരു സഹോദരൻ അത് ശരിപ്പതിനു വേണ്ടി, ഗവൺമെന്റ് ജോലി ലഭിക്കാൻ, വയറ്റിലെ മുഴ ഇല്ലാതെയായി സുഖപ്പെടാൻ, സുഖപ്രസവത്തിന് വേണ്ടി, അസുഖം സുഖപ്പെടാൻ, ചികിത്സ നൽകിയിട്ടും രോഗശമനം ലഭിക്കാതെ വിഷമിക്കുന്ന ഒരു സഹോദരൻ രോഗം സുഖപ്പെടാൻ വേണ്ടി, ജോലിയിലും ബിസിനസ്